ഗെയ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് ആഫ്റ്റർ എ ലോങ് ടൈം ഒരു മത്സരം കളിക്കാൻ പോകുന്നു. അതും കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. അതും ലോങ് ടൈം റൈവലായിട്ടുള്ള മോഹൻ ബഗാനെയാണ് നേരിടാൻ പോകുന്നത്. മോഹൻ ബഗാൻ്റെ നിലവിലത്തെ സ്ഥാനം പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്താണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം 8-ാമതാണ്. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഷീൽഡ് ഉറപ്പിക്കേണ്ട ഒരു നിർണായക മത്സരമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുകളിലേക്ക് കയറാൻ, പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഈ ഒരു മത്സരത്തിലെ വിജയം അനിവാര്യമാണ് എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്നും ഒട്ടും ഈസി ആയിരിക്കില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 8 മത്സരങ്ങളായിട്ട് അൺബീറ്റൺ ആയിട്ട് വരുന്ന ടീമാണ് മോഹൻ ബഗാൻ. ഈ സീസണിൽ ആകപ്പാട് 2 മത്സരങ്ങൾ മാത്രമാണ് തോറ്റിട്ടുള്ളത്, അറിയാമല്ലോ. പിന്നെ നമ്മൾക്ക് ലാസ്റ്റ് ഫിക്ചറിൽ നേരിട്ട സമയത്തും ഒരു പരാജയമായിരുന്നു ബലം എന്നുള്ളതൊക്കെയാണ്. പലപ്പോഴും മോഹൻ ബഗാനെതിരെ നമ്മൾ ബുദ്ധിമുട്ടുന്ന ടീമാണ്. കഴിഞ്ഞ സീസണിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ സമയങ്ങളും ഈ പറഞ്ഞ കൊൽക്കത്ത സൈഡിന് തന്നെയാണ് ആനുകൂല്യം ഉണ്ടാകാറുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നിലവിലത്തെ അവരുടെ ഒരു ഫോം കൂടിയൊക്കെ പരിഗണിക്കുന്ന ഒരു സമയത്ത്. എന്നാൽ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ചില പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതിൽ സ്റ്റുവർട്ടും പെട്ടട്ടോസും സഹലും അനിരുദ്ധാപ്പയും ആശിഷ് റായിയും അങ്ങനെ 11ൽ കളിക്കേണ്ട തന്നെ പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്കറിയാം, മോഹൻ ബഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീം കളിക്കാനുള്ളൊരു പ്ലേയേഴ്സ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇഞ്ചുറികളോ അല്ലെങ്കിൽ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അവർക്ക് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നേടാനായിട്ട് സാധിച്ചു. അപ്പം അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാനായിട്ടുള്ള താരങ്ങളുണ്ട് എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിരിക്കുമ്പോൾ നോവയാണ് ഇല്ലാത്തൊരു പ്രധാന പ്ലെയറായിട്ട് നമുക്ക് പറയേണ്ടത്. ഇഞ്ചുറിയാണ്, നമുക്കറിയാം. ഈ ഒരു മത്സരത്തിലൊന്നും അദ്ദേഹം അവൈലബിൾ ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. പിന്നെ ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ആ ഒരു ഫിക്ചറിൽ ഒരു നല്ല കോമ്പറ്റീഷൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനൊക്കെ സാധിച്ചിരുന്നു. ലീഡ് എടുത്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ പറഞ്ഞതുപോലെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. അത് പറഞ്ഞല്ലോ, ഒരു നിർണായകമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൻ്റെ ഫലത്തിന് ശേഷമാണ് മിഗായൽ ഷാറെ സാക്കി എന്ന സിറ്റുവേഷനിലേക്കൊക്കെ പോയത്. സോ ആ ഒരു ലീഡിൽ പിടിച്ച് നിൽക്കാമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. പക്ഷേ അതിനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഡിഫെൻസീവ്ലി ഉള്ള പ്രശ്നങ്ങളൊക്കെ മോഹൻ ബഗാൻ എക്സ്പോസ് ചെയ്തു. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് എക്സ്പോസ് ചെയ്തു. അതാണ് ബ്ലാസ്റ്റേഴ്സിന് തോൽവി വഴങ്ങേണ്ടി വന്നതും അവസാനത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ട് മോഹൻ ബഗാൻ ആ ഒരു മത്സരത്തിൽ വിജയിക്കാനായത്. ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മോഹൻ ബഗാൻ്റെ തന്നെ നോക്കാം. ഒരു 4-4-2 ഫോർമേഷനിലായിരിക്കും കളിക്കുന്നുണ്ടാകാമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കേത്ത്, സെൻറ്റർ ബാക്സിൽ 2 വിദേശ സെൻറ്റർ ബാക്കിലായിട്ടുള്ള ടോം അൽഡ്രഡും അതുപോലെ റോഡ്രിഗസും, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പം ബിശ്വാസ്, ആൻഡ് ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും സുഭാഷിഷ് ബോസ്, മിഡ്ഫീൽഡിൽ ഹപ്പൂയ ആൻഡ് അഭിഷേക് സൂര്യവംശി എന്നീ താരങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് മൻവീർ ആൻഡ് ലിസ്റ്റൺ ഗ്ലാസോ എന്നീ താരങ്ങൾ. അതുപോലെ അറ്റാക്കിങ്ങിൽ 2 താരങ്ങൾ എന്ന നിലയിൽ ജേസൺ കമ്മിൻസ് ആൻഡ് ജേമി മക്ലാരൻ എന്നീ താരങ്ങളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നോവയാണ് പ്രധാനമായിട്ടും ഇല്ലാത്തൊരു പ്ലെയർ. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം മോഹൻ ബഗാനെതിരെ എത്രയും വേഗം ഗോൾ അടിക്കുക എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോഹൻ ബഗാൻ ആദ്യം ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മത്സരം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതാണ് അവരുടെ റെക്കോർഡ് സൂചിപ്പിക്കുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ സച്ചിൻ സുരേഷിനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കമൽജിത്ത് തിരിച്ചു വന്നെങ്കിലും ലാസ്റ്റ് മാച്ചിലെ സച്ചിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ബാക്സിൽ ഹോമിപ്പാം, മിലോസ് എന്നിവർ, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നവോച്ച, ആൻഡ് മിഡ്ഫീൽഡേഴ്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രെഡി, ഡാനിഷ് എന്നീ താരങ്ങളെയാണ്. അതുപോലെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളിൽ ലൂണയും റൈറ്റിൽ കോറൂസിങ്ങിനെയും, പെപ്ര ആൻഡ് ഹെസൂസ് എന്നീ താരങ്ങളെയാണ് അപ്പ് ഫ്രണ്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി പിന്നെ ഈ പറഞ്ഞ പോലെ ബിബിനെയോ അല്ലെങ്കിൽ മറ്റ് അറ്റാക്കിംഗ് അമ്മാവിയെ പോലത്തെ താരങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ആദ്യം ഇനിഷ്യലി ഗോൾ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിൽ ഒരു വിദേശ താരത്തെ പിൻവലിച്ചിട്ട് ലഗാത്തോറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റേബിളാക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ്. സോ ഈ ഒരു മത്സരത്തിൽ ഒരു വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോഹൻ ബഗാൻ്റെ നിലവിലത്തെ ഒരു ഫോം തന്നെയാണ്. സോ അത് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള 3 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി ആയിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടുപോയ പ്ലേ ഓഫ് വരെ കടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സനിയ.